ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന പേപ്പറാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ 2 ക്ലാസ് കവർ ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ആദ്യത്തെ 2 ക്ലാസ്സുകളുമായിട്ട് നമ്മൾ പ്രധാനമായിട്ടും എന്താണ് ഡെറിവേറ്റീവ്സ് എന്നതാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്താണ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് എന്നുള്ളതാണ്. അപ്പോൾ ഡെറിവേറ്റീവ് 2 തരത്തിലുണ്ട് എന്നുള്ളത് നമ്മൾ അതിൻ്റെ ഒരു ബേസിസിൽ പറയുകയാണെങ്കിൽ 2 തരത്തിലുണ്ട്. അണ്ടർലൈങ് അസറ്റിൻ്റെ ബേസിസിൽ 2 തരം ഡെറിവേറ്റീവ്സ് ഉള്ളത്. അതിലൊന്ന് കമോഡിറ്റി ഡെറിവേറ്റീവ്സും ഒന്നെന്താണ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ്. അപ്പോൾ ഈ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിൻ്റെ അണ്ടർലൈങ് അസറ്റായിട്ട് എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ അസറ്റ്സ് ഉണ്ടാവുക. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിൻ്റെ അണ്ടർലൈങ് അസറ്റ്സ് ആയിട്ട് ഫിനാൻഷ്യൽ അസറ്റ്സ് ആണ് ഉണ്ടാവുക. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ എന്താണ് ഈ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് യു മീൻ ബൈ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് എന്നതാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, എ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് ഇസ് എ ഫിനാൻഷ്യൽ കോൺട്രാക്ട് ദാറ്റ് ഡിറൈവ്സ് ഇറ്റ്സ് വാല്യൂ ഫ്രം ആൻ അണ്ടർലൈങ് അസറ്റ്. അപ്പോൾ ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ തന്നെ എന്താണ്, അതൊരു കോൺട്രാക്റ്റ് ആണ്. അതിൻ്റെ വാല്യൂ ഡിറൈവ് ചെയ്യുന്നത്, വാല്യൂ വരുന്നത് അതിൻ്റെ അണ്ടർലൈങ് അസറ്റിൽ നിന്നാണ് എന്നാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവിൽ എന്താണ് ഇതിൻ്റെ വാല്യൂ എവിടുന്നാണ് വരുന്നതെന്ന് വെച്ചാൽ ഒരു അണ്ടർലൈങ് അസറ്റാണ്. അത് എന്താണ് ഒരു ഫിനാൻഷ്യൽ അസറ്റ് ആയിരിക്കും. ദി അണ്ടർലൈങ് അസറ്റ് മേ ബി സ്റ്റോക്ക് ഓർ ബോണ്ട് ഓർ ഇൻട്രസ്റ്റ് റേറ്റ് ഓർ കറൻസീസ്. സ്റ്റോക്ക് ആവാം, ബോണ്ട് ആവാം, ഇൻട്രസ്റ്റ് റേറ്റ് ആവാം, അല്ലെങ്കിൽ എന്താവാം കറൻസീസ് ആവാം. ഓക്കെ, ശ്രദ്ധിക്കുക, സ്റ്റോക്ക്, ബോണ്ട്, ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ എന്താണ് കറൻസീസ്. ദി സെല്ലർ ഓഫ് ദി കോൺട്രാക്ട് ഡസ് നോട്ട് ഹാവ് ടു ഓൺ ദി അണ്ടർലൈങ് അസറ്റ്. അപ്പോൾ അതിൻ്റെ സെല്ലർ ഇത് ഓൺ ചെയ്യണമെന്നില്ല, അയാളത് കൈവശം വെക്കണം എന്നില്ല. ഓക്കെ, ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ആർ ഓൾസോ നോൺ ആസ് കോമൺ ഡെറിവേറ്റീവ്സ്. അപ്പോൾ കോമൺ ഡെറിവേറ്റീവ്സ് എന്നും ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ഇപ്പോൾ അറിയപ്പെടുന്നുണ്ട്. കാര്യം ഇപ്പോൾ കൂടുതലായിട്ടും ഡെറിവേറ്റീവ്സ് ഈ ഫിനാൻഷ്യൽ അസറ്റാണ് ഇതിൻ്റെ മെയിനായിട്ടും അണ്ടർലൈങ് അസറ്റ്സ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് എന്താണ് കോമൺ ഡെറിവേറ്റീവ്സ് എന്നും എന്താണ് ഈ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് പരിശോധിക്കാം. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ്. എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിൻ്റെ ഫീച്ചേഴ്സ് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ്. അപ്പോൾ ഫീച്ചേഴ്സ് ചോദിക്കുന്ന നേരത്ത് കൂടുതലായിട്ടും ഇപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഇതിൽ പെടുത്താവുന്നതാണ്. ഇനിയിപ്പോൾ അതാ ക്യാരക്ടറിസ്റ്റിക്സിന് മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ തന്നെ ഇതൊന്നും എന്താണ് ഒരുപാട് പോയിൻറ്റ്സ് അതിലേക്ക് എന്താണ് വരുന്നതാണ്. അപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ്, ദി ഫീച്ചേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ആർ ആസ് ഫോളോസ്. അപ്പോൾ ഇവിടെ ഇത് പോയിൻറ്റ്സ് ഇങ്ങനെയല്ല വരുന്നത്. ശ്രദ്ധിക്കുകയാണെങ്കിൽ പോയിൻറ്റ്സ് ഇത് ഫസ്റ്റ് പോയിൻ്റ് അല്ല, ഇത് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാതിരി എഴുതിയിരിക്കുകയാണ്. ദി ഫീച്ചേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ആർ ആസ് ഫോളോസ്. അപ്പോൾ അതിൽ ഫസ്റ്റ് പോയിൻ്റ് ഇതാണ്. ഫസ്റ്റ് പോയിൻ്റ് വരുന്നത് എ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് ഇസ് എ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് ഓർ ഫിനാൻഷ്യൽ കോൺട്രാക്റ്റ്. അപ്പോൾ ഈ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് തന്നെ എന്താണ്, അതൊരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. പിന്നെന്താണ്, അതൊരു ഫിനാൻഷ്യൽ കോൺട്രാക്റ്റുമാണ്. ഓക്കെ, ഡെറിവേറ്റീവ് എന്താണ്, തീർച്ചയായിട്ടും ഒരു കോൺട്രാക്റ്റ് ആണ്. ഇനി നമ്മുടെ സെക്കൻഡ് പോയിൻ്റ്, എ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് ഇസ് എ ഫ്യൂച്ചർ കോൺട്രാക്ട് ബിറ്റ്വീൻ 2 പാർട്ടീസ്. നമുക്കറിയാം ഭാവിയിലുള്ള ഒരു മെച്യൂരിറ്റി ഡേറ്റ് കണ്ടുകൊണ്ടാണ് എന്ത് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവിൽ നമ്മൾ ഏർപ്പെടുക, അല്ലെങ്കിൽ അത്തരം ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുക. അതുകൊണ്ട് തന്നെ അതൊരു ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ആണ് ബിറ്റ്വീൻ 2 പാർട്ടീസ്. 2 പേര് തമ്മിലുള്ള ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ആണ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്. ഇനി നമ്മുടെ മൂന്നാമത്തെ പോയിന്റ്, ദി വാല്യൂ ഓഫ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് ഡിപ്പെൻഡ്സ് ഓൺ ദി വാല്യൂ ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ നമുക്കറിയാം അണ്ടർലൈങ് അസറ്റിൻ്റെ വാല്യൂ ആണ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവിൻ്റെ വാല്യൂ ആയിട്ട് വരിക. അപ്പോൾ ദ വാല്യൂ ഈസ് ഡിപ്പെൻഡൻ്റ് ഓൺ എന്താണ് ദി വാല്യൂ ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്. ഇനി നമ്മുടെ നാലാമത്തെ പോയിന്റ് നോക്കാം. ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് ക്യാൻ ബി അണ്ടർടേക്കൺ ഡയറക്ട്ലി ബിറ്റ്വീൻ 2 പാർട്ടീസ് ഓർ ത്രൂ പെർട്ടിക്കുലർ എക്സ്ചേഞ്ച്. അപ്പോൾ ഡയറക്ട്ലി 2 പാർട്ടീസ് തമ്മിൽ ഏർപ്പെടുന്നതിൻ്റെ പേര് എന്തായിരുന്നു, ഓവർ ദി കൗണ്ടർ ഡെറിവേറ്റീവ്സ്. ഒരു എക്സ്ചേഞ്ച് വഴി എന്താണ് ഏർപ്പെടുന്നതിൻ്റെ പേരെന്താണ്, എക്സ്ചേഞ്ച് ട്രേഡഡ് ഡെറിവേറ്റീവ്സ് എന്നായിരുന്നു. ഓക്കെ, അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ഇനി നമ്മുടെ ലാസ്റ്റ് പോയിന്റ്, അഞ്ചാമത്തെ പോയിന്റ്, ദ ട്രേഡിംഗ് റിസൾട്ട്സ് through financial derivatives are not shown
ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ട്രേഡിംഗ് റിസൾട്ട്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ കാണിക്കാറില്ല. ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ആർ ഓഫ് ബാലൻസ് ഷീറ്റ് ഇൻ നേച്ചർ. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് അധികം എന്താണ് ബാലൻസ് ഷീറ്റിൽ കാണിക്കാറില്ല. ദേ ആർ ഓഫ് ബാലൻസ് ഷീറ്റ് ഇൻ നേച്ചർ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ സൈഡ് ഹെഡിങ് ശ്രദ്ധിക്കാം. ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ്. ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ്. അപ്പോൾ ചോദ്യം വരികയാണെങ്കിൽ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ്. അപ്പോൾ നമ്മളിതിന് മുൻപ് ഡെറിവേറ്റീവ്സിന് ടൈപ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡെറിവേറ്റീവ്സിന് ടൈപ്പ് ചോദിക്കുമ്പോൾ അതാണ് എഴുതേണ്ടത്. ആ ഡെറിവേറ്റീവ്സിൻ്റെ ടൈപ്സിലെ ഒരു ടൈപ്പായിരുന്നു ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്. അപ്പോൾ ഇവിടുത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് എന്നാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത് നോക്കാം. ഫോളോയിങ് ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നതൊക്കെ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിന് ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ടൈപ്പ് എന്താണ്? കറൻസി ഡെറിവേറ്റീവ്സ് ആണ് ഫസ്റ്റ് ടൈപ്പിൽ പറയുന്നത്. ദ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് ഈസ് കറൻസി ഡെറിവേറ്റീവ്സ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത് നോക്കാം. ദി എക്സ്ചേഞ്ച് റേറ്റ്സ് ബിറ്റ്വീൻ വേരിയസ് കറൻസീസ് ക്യാൻ ഫോം ബേസിസ് ഓഫ് ഡെറിവേറ്റീവ്സ്. ഓക്കെ, അതായത് രണ്ട് കറൻസീസ് തമ്മിലുള്ള എക്സ്ചേഞ്ച് റേറ്റ് വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ റുപ്പി അതേപോലെ അമേരിക്കൻ ഡോളർ. അപ്പോൾ ഒരു ഡോളറിന് ഏകദേശം 80 ഇന്ത്യൻ റുപ്പീസോളം വേണം. ഓൾമോസ്റ്റ് ഇതിപ്പോൾ 70 to 80 ഇടയ്ക്ക് എന്തോണ് എമൗണ്ട് ഇപ്പോഴത്തെ കണ്ടീഷനിൽ. അപ്പോൾ അങ്ങനെ വേണം. അപ്പോൾ ചിലപ്പോൾ നാളെ ഒരു ഡോളറിന് ഇന്ത്യൻ റുപ്പി കുറച്ചും കൂടി സ്ട്രോങ് ആവുകയാണെങ്കിൽ അതൊരു 75 അല്ലെങ്കിൽ 70 ആവാം. ഇന്ത്യൻ റുപ്പി വീക്ക് ആവുകയാണെങ്കിൽ അത് 90 ആവാം ഒരു ഡോളറിന്. അപ്പോൾ ഈ എക്സ്ചേഞ്ച് റേറ്റ് ഈ ഡോളറിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ, ഇനിയിപ്പോൾ റുപ്പീൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിലും, അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ റുപ്പീസ് ഗെറ്റിംഗ് സ്ട്രോങ്ങർ, ഇങ്ങനെ വരുമ്പോൾ ഡോളേഴ്സ് ഗെറ്റിംഗ് സ്ട്രോങ്ങർ. ഓക്കെ, അപ്പോൾ ഈ എക്സ്ചേഞ്ച് റേറ്റ് വേരി ചെയ്യാം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഡെറിവേറ്റീവ് കോൺട്രാക്റ്റുകളിൽ ഏർപ്പെടാവുന്നതാണ്. അപ്പോൾ ഇവിടെ റുപ്പിയിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്താൾക്ക് ഇവിടെ ലാഭം കിട്ടും, ഡോളറിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്താൾക്ക് ഇവിടെ ലാഭം കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ കേസ്. അപ്പോൾ ശ്രദ്ധിക്കുക. ഫോം ദി ബേസിസ് ഓഫ് ഡെറിവേറ്റീവ്സ്. The currencies can be US dollar, Canadian dollar, Singapore dollar, euro, yen, etc. All basic derivatives of forwards, futures, options and swaps based on exchange rates are actively traded. അപ്പോൾ എന്താണ് ഈ എക്സ്ചേഞ്ച് റേറ്റ്? ഇപ്പോൾ ഏത് കറൻസി ആവാം, US ഡോളർ മുതൽ ഏത് കറൻസി ആവാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസിസിൽ എന്തൊക്കെ തരം ഡെറിവേറ്റീവ് ആവാം? ഫോർവേഡ് ആവാം, ഫ്യൂച്ചർ ആവാം, ഓപ്ഷൻ ആവാം, സ്വാപ്സ് ആവാം. ബേസ്ഡ് ഓൺ എക്സ്ചേഞ്ച് റേറ്റ്സ് ആർ ആക്റ്റീവ്ലി ട്രേഡഡ്. അപ്പോൾ ഏത് തരം ഡെറിവേറ്റീവ് ആവാം ഓൺ ദി ബേസിസ് ഓഫ് എന്താണ് പേ ഓഫിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 4 തരം ഡെറിവേറ്റീവും ആവാം. ഓക്കെ, ഏത് കറൻസിയും ആവാം, എനി കറൻസി. അപ്പോൾ അത് എക്സെട്ര എന്നുള്ള കൊടുത്ത ഏത് കറൻസിയും ആവാം. ഓക്കെ, കറൻസി ഡെറിവേറ്റീവ്സ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഓൺലി ആഫ്റ്റർ 1972. 1972 ശേഷമാണ് കറൻസി ഡെറിവേറ്റീവ്സ് നിലവിൽ വന്നത്. വെൻ ദി ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് റിജീം അണ്ടർ ബ്രെട്ടൻ വുഡ്സ് system came to an end. Okay, the first derivative on financial assets was traded on currencies. അപ്പോൾ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവിൽ ആദ്യ ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ കറൻസീസിൻ്റെ ബേസിസിലായിരുന്നു. ഓക്കെ, കറൻസി ഫ്യൂച്ചേഴ്സ് ആയിരുന്നു ഫസ്റ്റ് വൺ. ഇൻ ദി ഇൻ്റർനാഷണൽ മോണിറ്ററി മാർക്കറ്റ് ഓഫ് ദി ഷിക്കാഗോ മെർക്കൻറ്റൈൽ എക്സ്ചേഞ്ച് USA in 1972. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇതൊക്കെയാണ് കറൻസി ഡെറിവേറ്റീവ്സിനെ കുറിച്ച് നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എക്സാമിന് എഴുതുന്ന നേരത്തെ ശ്രദ്ധിക്കുക, എക്സ്ചേഞ്ച് റേറ്റ് ബിറ്റ്വീൻസ് 2 കറൻസീസ് വിൽ വേരി അക്കോർഡിംഗ് ടു ഡിഫറെൻറ്റ് കണ്ടീഷൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിൽ ഏർപ്പെടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതാണ് കറൻസി ഡെറിവേറ്റീവ്സിൽ പറയാനായിട്ടുള്ളത്. ഇനി നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് ശ്രദ്ധിക്കാം, ഇൻട്രസ്റ്റ് റേറ്റ് ഡെറിവേറ്റീവ്സ്. സെക്കൻഡ് പോയിന്റ് ഈസ് ഇൻട്രസ്റ്റ് റേറ്റ് ഡെറിവേറ്റീവ്സ്. അപ്പോൾ എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത് നോക്കാം. In the case of interest rate derivatives, the underlying asset is interest rate. Okay, അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഡെറിവേറ്റീവ്സിൽ അണ്ടർലൈങ് അസറ്റ് എന്താണ്? ഇൻട്രസ്റ്റ് ആണ്. മോസ്റ്റ് ഓഫ് ദി കോമൺ ഇൻട്രസ്റ്റ് റേറ്റ് ഓൺ വിച്ച് ഡെറിവേറ്റീവ്സ് ആർ ട്രേഡഡ് ആർ ലണ്ടൻ ഇൻ്റർ ബാങ്ക് ഓഫർ റേറ്റ്. അപ്പോൾ LIBOR. ഇവിടെയാണ് കൂടുതലായിട്ടും കോമൺ ആയിട്ടും ഇൻട്രസ്റ്റ് റേറ്റിനുള്ള ഡെറിവേറ്റീവ്സ് നടക്കുന്നത്. ഓർ ഇൻസ്ട്രുമെൻറ്റ്സ് ഹൂസ് വാല്യൂ ഈസ് ഡിപ്പെൻഡൻറ്റ് അപ്പോൺ ദി ഇൻട്രസ്റ്റ് റേറ്റ് സച്ച് ആസ് ട്രഷറി ബിൽസ് ഓർ ട്രഷറി ബോണ്ട്സ്. അപ്പോൾ ഈ ട്രഷറി ബില്ലിനെയും ട്രഷറി ബോണ്ടിൻ്റെയൊക്കെ ഇൻട്രസ്റ്റ് റേറ്റിൽ
എന്താണ് ഇതിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ചിട്ട് ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിൻ്റെ പേരാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഡെറിവേറ്റീവ്സ്. ഓക്കെ, ഇനി തേർഡ് ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് നമുക്ക് നോക്കാം. മൂന്നാമത്തെ ടൈപ്പ് പറഞ്ഞത് ഇക്വിറ്റി ഡെറിവേറ്റീവ്സ് ആണ്. ഓക്കെ, ഇക്വിറ്റി ഡെറിവേറ്റീവ്സ് ആണ് മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ്. അപ്പോൾ എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത് നോക്കാം. ദി മോസ്റ്റ് പോപ്പുലർ ഡെറിവേറ്റീവ്സ് ആർ ഇക്വിറ്റി ഡെറിവേറ്റീവ്സ്. അപ്പോൾ ഇക്വിറ്റി ഡെറിവേറ്റീവ്സ് ആണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ്. ഹിയർ ദ അണ്ടർലൈങ് അസെറ്റ്സ് ആർ ഇക്വിറ്റി സ്റ്റോക്ക്. അല്ല, ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇവിടെയുള്ള അണ്ടർലൈങ് അസെറ്റ്സ് എന്താവും? ഇക്വിറ്റി സ്റ്റോക്കുകളാണ്. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ആർ വെരി വൈഡ്ലി ട്രേഡഡ് ഡെറിവേറ്റീവ്സ് ഓൺ ഇക്വിറ്റി സ്റ്റോക്സ്. അപ്പോൾ ഇക്വിറ്റി സ്റ്റോക്സിൽ ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസും ആണ് കൂടുതലായിട്ടും ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നാലാമത്തെ ടൈപ്പ് പറയുന്നത് സ്റ്റോക്ക് ഇൻഡിസസ് ഡെറിവേറ്റീവ്സ് ആണ്. സ്റ്റോക്ക് ഇൻഡിസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഇൻഡെക്സ് എന്താണ്? സെൻസെക്സ്. ഓക്കെ, അതേപോലെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഇൻഡെക്സ് നിഫ്റ്റി. അങ്ങനെ ലോകത്തുള്ള പ്രമുഖമായിട്ടുള്ള ഓരോ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലും എന്താണ് അതിൻ്റെ ഇൻഡെക്സുകൾക്കൊരു പേരുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻഡെക്സ് എന്ന് വെച്ചാൽ അതൊരു ആവറേജ് ആണ്. സ്റ്റോക്ക് ഒരു ആവറേജ് ടോപ്പ് സ്റ്റോക്കുകൾ എടുത്തിട്ട് അതിൻ്റെ ഒരു ആവറേജ് എടുത്തിട്ടാണ് ഇത് പൊന്നുന്നുണ്ടോ താഴുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഈ ഇൻഡെക്സ് വെച്ചിട്ട്. അപ്പോൾ ഈ ഇൻഡെക്സിൻ്റെ എന്താണ് ഉയർച്ച താഴ്ചകളിൽ ഡെറിവേറ്റീവ്സിന് എന്താണ് പങ്കുണ്ട്, അല്ലെങ്കിൽ അത്തരം ഉയർച്ച താഴ്ചകളെ എന്താണ് ആധാരമാക്കിക്കൊണ്ട് ഡെറിവേറ്റീവ് കോൺട്രാക്റ്റുകൾ അല്ലെങ്കിൽ ഡെറിവേറ്റീവ് കോൺട്രാക്റ്റുകളിൽ ഏർപ്പെടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഡെറിവേറ്റീവ്സ് ഓൺ വേരിയസ് സ്റ്റോക്ക് ഇൻഡിസസ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ്സ് ആർ മോർ പോപ്പുലർ നൗ ഡേയ്സ്. ഓക്കെ, അത് ഇപ്പോഴാണ് കൂടുതലായിട്ടും പോപ്പുലർ ആവുന്നത്. എന്ത്? ഈ പറയുന്ന സ്റ്റോക്ക് ഇൻഡിസസിലുള്ള ഡെറിവേറ്റീവ്സ്. ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദെയർ എബിലിറ്റി ടു പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ഫ്രം മാർക്കറ്റ് റിസ്ക്. അപ്പോൾ എന്താണ് ഈ മാർക്കറ്റ് റിസ്കിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇത് സഹായിക്കുമെന്നാണ് പറയുന്നത്. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഓൺ സ്റ്റോക്ക് ഇൻഡിസസ് എക്സിസ്റ്റ് ഓൾ ഓവർ ദി വേൾഡ്. അപ്പോൾ ഫ്യൂച്ചറും ഓപ്ഷനും സ്റ്റോക്ക് എന്താണ് ഇൻഡെക്സിൽ എല്ലായിടത്തും ഉണ്ട് എന്നാണ് പറയുന്നത്. ഇൻ ഓൾ മേജർ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. ഇൻ ദി കേസ് ഓഫ് സ്റ്റോക്ക് ഇൻഡെക്സ് ഡെറിവേറ്റീവ്സ് ഡെലിവറി ഓഫ് ദി അസെറ്റ് ഈസ് നോട്ട് പോസിബിൾ. അപ്പോൾ സ്റ്റോക്ക് ഇൻഡെക്സ് ഡെറിവേറ്റീവ്സിൽ ഡെലിവറി ഓഫ് അസെറ്റ് എന്നാണ് ഒരു കാലത്തും പോസിബിൾ അല്ല. അല്ലെ, ഇൻഡെക്സിൻ്റെ അളവ് വെച്ചിട്ടാണ് ഡെറിവേറ്റീവിലേക്ക് ഏർപ്പെടുന്നത്. അപ്പോൾ ചിലർക്ക് അത് ഇൻഡെക്സ് കൂടുമ്പോൾ ഒരു പാർട്ടിക്ക് ലാഭം കിട്ടും, കുറയുമ്പോൾ മറ്റൊരു പാർട്ടിക്ക് ലാഭം കിട്ടും. അപ്പോൾ ഇത് വെച്ചിട്ടുള്ളൊരു ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ആണത്. അപ്പോൾ ഇൻഡെക്സിൻ്റെ അളവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾക്ക് നഷ്ടം ഒരാൾക്ക് ലാഭം വരുമെന്നല്ലാതെ ഇവിടെ ഒരു ഡെലിവറി ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ ഡെലിവറി ഓഫ് അസറ്റ് ഒരിക്കലും നടക്കില്ല. ഓക്കെ, അപ്പോൾ അതാണ് നാലാമത്തെ ഡെറിവേറ്റീവ്. ഇനി അഞ്ചാമത്തെ ടൈപ്പ് പറയുന്നത് ക്രെഡിറ്റ് ഡെറിവേറ്റീവ്സ് ആണ്. ഓക്കെ, ക്രെഡിറ്റ് ഡെറിവേറ്റീവ്സ് ആണ് അഞ്ചാമത്തെ ടൈപ്പിൽ പറയുന്നത്, ക്രെഡിറ്റ് ഡെറിവേറ്റീവ്സ്. അപ്പോൾ എന്താണെന്ന് നോക്കാം. ദിസ് ഈസ് എ റീസെൻറ്റ് ഇന്നോവേഷൻ. അപ്പോൾ അത് അടുത്ത കാലത്ത് വന്നൊരു പുതിയൊരു കോൺസെപ്റ്റാണ്, ഒരു ഇന്നോവേഷനാണ് എന്ത്? ഈ ക്രെഡിറ്റ് ഡെറിവേറ്റീവ്സ്. ദീസ് ഡെറിവേറ്റീവ്സ് ദാറ്റ് ആർ ബേസ്ഡ് ഓൺ ക്രെഡിറ്റ് റേറ്റിംഗ് ഓർ ക്രെഡിറ്റ് റിസ്ക്. അപ്പോൾ ക്രെഡിറ്റ് റേറ്റിംഗ് അല്ലെങ്കിൽ ക്രെഡിറ്റ് റിസ്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഡെറിവേറ്റീവ്സ് ഉള്ളത്. ഓക്കെ, ഓഫ് ക്യാഷ് ഫ്ലോസ് സച്ച് ആസ് ഇൻസ്റ്റാൾമെൻറ്റ്സ് ഓൺ ലോൺസ് ഓർ അതർ ഫോംസ് ഓഫ് റിസീവബിൾസ്. There are 6 credit derivatives commonly used. They are credit default swaps, total return swaps, credit linked notes, credit spread options, credit basket swaps and collateralized loan obligations. അപ്പോൾ ക്രെഡിറ്റ് ഡെറിവേറ്റീവ്സിൽ വരുന്ന എന്താണ് 6 ക്രെഡിറ്റ് ഡെറിവേറ്റീവ്സ് ടൈപ്സ് ആണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം, ചിലപ്പോൾ ആവശ്യം വന്നേക്കാം. ക്രെഡിറ്റ് ഡെറിവേറ്റീവിനെ കുറിച്ചിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഈ പേരുകളൊക്കെ ഓർത്ത് വെക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ആൻസറിൻ്റെ ഭാഗമായിട്ട് എഴുതാവുന്നതാണ്. ദീസ് പ്രൊഡക്ട്സ് ട്രാൻസ്ഫർ ക്രെഡിറ്റ് റിസ്ക് വിത്തൗട്ട് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്. അപ്പോൾ ഇത്തരം പ്രൊഡക്റ്റുകൾ എന്താണ് ക്രെഡിറ്റ് റിസ്ക് ട്രാൻസ്ഫർ ചെയ്യും വിത്തൗട്ട് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്. ദസ് ക്രെഡിറ്റ് ഡെറിവേറ്റീവ്സ് ഇൻക്ലൂഡ് എ റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് ഡിസൈൻ ടു മാനേജ് ക്രെഡിറ്റ് റിസ്ക് ഓർ ഡിഫോൾട്ട് റിസ്ക്. അപ്പോൾ ക്രെഡിറ്റ് റിസ്ക് മാനേജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡെറിവേറ്റീവ്സ് ആണെന്ത് ഈ പറയുന്ന ക്രെഡിറ്റ് ഡെറിവേറ്റീവ്സ്. അപ്പോൾ അത് ഡിഫോൾട്ട് റിസ്ക് അല്ലെങ്കിൽ ഒരാൾ കടം കൊടുത്തിട്ട്
അത് മറ്റൊരാൾക്ക് മറിച്ച് കൊടുക്കുന്ന രീതിയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ക്രെഡിറ്റ് ഡെറിവേറ്റീവ്സ്. അപ്പോൾ അതിൻ്റെ ഡിഫോൾട്ട് റിസ്ക് ഒക്കെ കുറയാനായിട്ട് ഈ ക്രെഡിറ്റ് ഡെറിവേറ്റീവ്സ് സഹായിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ആറാമത്തെ മെയിൻ പോയിന്റ് നോക്കാം. അതർ ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ്. ഓക്കെ, നമ്മൾ ആദ്യം 5 പോയിന്റുകൾ കണ്ടു. ഇനി മറ്റ് ടൈപ്പുകളും കൂടി ഉണ്ട് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിന്. ഓക്കെ, in addition to the above, there are some other types of financial derivatives. Some of them are as follows. ഓക്കെ, അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ 5 കൂടാതെ 4 കൂടി വേറെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ 2 അവിടെ കൊടുത്തത്. ദ ഫസ്റ്റ് വൺ ഈസ് വാറൻസ്. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? വാറൻ്റ് ആണ്. വാറൻ്റ് എന്താണെന്ന് നോക്കാം. ഓപ്ഷൻസ് ജനറലി ഹാവ് ലൈഫ്സ് അപ് ടു 1 year. അപ്പോൾ ഓപ്ഷൻസ് എന്ന് പറയുന്ന ഡെറിവേറ്റീവ് ടൈപ്പിൻ്റെ മെച്യൂരിറ്റി അധികം എത്ര ഉണ്ടാവുള്ളൂ? 1 year ഉണ്ടാവുള്ളൂ. ഓക്കെ, the majority of options traded on option exchanges have maximum maturity of 9 months. Longer dated options are called warrants. അപ്പോൾ മെച്യൂരിറ്റി പീരീഡ് 1 yearലാണ് ഓൾറെഡി എന്താണ് സ്വതവേ ഓപ്ഷൻസ് ഉണ്ടാവുക. അപ്പോൾ ഈ 1 year ക്രോസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഈ ഓപ്ഷൻസിൻ്റെ പേരെന്താവും? ഇറ്റ് വിൽ ബി കോൾഡ് ആസ് വാറൻസ്. ഓക്കെ, അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. സോ ലോങ്ങർ ഡേറ്റഡ് options are known as warrants. Warrant is just an option contract where the holder has right to buy shares of a specified company at a certain price during the specified time period. In short, warrants are long-term options. അപ്പോൾ long-term options ആണ് warrants with 3 to 7 years of expiration. അപ്പോൾ അതെന്താണ്? 3 വർഷം മുതൽ 7 വർഷം വരെയാണ് ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് വരുന്നത് എന്ത്? വാറൻസിൻ്റെ. ഓക്കെ, ഇനി രണ്ടാമത്തെ നോക്കാം നമുക്ക്. ദ സെക്കൻഡ് വൺ ഈസ് ലീപ്സ്. ഓക്കെ, അപ്പോൾ ലീപ്സിന് ഒരു ഫുൾ ഫോം ഉണ്ട്. ലീപ്സിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ചാൽ ലോങ് ടേം ഇക്വിറ്റി ആൻറ്റിസിപ്പേഷൻ സെക്യൂരിറ്റീസ് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. ലോങ് ടേം ഇക്വിറ്റി ആൻറ്റിസിപ്പേഷൻ സെക്യൂരിറ്റീസ്. ദീസ് ആർ ഓപ്ഷൻസ് ഹാവിങ് മെച്യൂരിറ്റി അപ് ടു 3 years. അപ്പോൾ വാറൻസ് പോലെ തന്നെ 1 year ക്രോസ് ചെയ്ത ഓപ്ഷൻസ് ഇത് 3 വർഷം വരെ എത്തുന്നതിനുള്ളിലാണെങ്കിൽ 1 year ക്രോസ് ചെയ്തിട്ട് 3 വർഷം വരെ എത്തുന്നതിൻ്റെ ഉള്ളിൽ അതിൻ്റെ പേരെന്താണ്? ലീപ്സ് എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതർ ടൈപ്പിൽ 2 കൂടി ഡിസ്കസ് ചെയ്യാണ്ട്. ഫസ്റ്റ് വൺ എന്താണ്? ബാസ്ക്കറ്റ്സ് ആണ്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ബാസ്ക്കറ്റ്സ്. ദീസ് ആർ ഓപ്ഷൻസ്. അപ്പോൾ ദീസ് ആർ ഓൾസോ ഓപ്ഷൻസ് ഓൺ പോർട്ട്ഫോളിയോസ് ഓഫ് അണ്ടർലൈങ് അസറ്റ്സ്. ദി അണ്ടർലൈങ് അസറ്റ് ഈസ് യൂഷ്വലി എ മൂവിങ് ആവറേജ് ഓഫ് എ ബാസ്ക്കറ്റ് ഓഫ് അസറ്റ്സ്. ഇക്വിറ്റി ഇൻഡെക്സ് ഓപ്ഷൻസ് ആർ എ ഫോം ഓഫ് ബാസ്ക്കറ്റ് ഓപ്ഷൻസ്. അപ്പോൾ ബാസ്ക്കറ്റ്സ് എന്താണെന്ന് വെച്ചാൽ ദേ ആർ ഓൾസോ ഓപ്ഷൻസ്. അപ്പോൾ അതിലെന്തുണ്ടാവും? ഇതെന്താണ്? അണ്ടർലൈങ് അസറ്റ്സ് എന്താണ്? ഒരു മൂവിങ് ആവറേജ് ഉള്ള അണ്ടർലൈങ് അസറ്റ്സ് ആവും. അപ്പോൾ അധികം എന്താ വരിക എന്ന് വെച്ചാൽ ഇക്വിറ്റി ഇൻഡെക്സ് ഓപ്ഷൻസ് ആണ്. ഇക്വിറ്റി ഇൻഡെക്സ് ഓപ്ഷൻസ് ആണ് അധികം എന്തായിട്ട് വരിക? ഓപ്ഷൻസ് ആണ് അധികം എന്തായിട്ട് വരിക? ഈ പറയുന്ന ബാസ്ക്കറ്റ്സ് ആയിട്ട് വരിക. ഓക്കെ, ഇക്വിറ്റി ഇൻഡെക്സ് ഓപ്ഷൻസ്. ഓക്കെ, ഇനി ദ ലാസ്റ്റ് വൺ ഈസ് കൺവേർട്ടിബിൾസ്. ഓക്കെ, അപ്പോൾ കൺവേർട്ടിബിൾസ് എന്താണെന്ന് നോക്കാം. കൺവേർട്ടിബിൾസ് ആർ ഹൈബ്രിഡ് സെക്യൂരിറ്റീസ്. ഹൈബ്രിഡ് എന്ന് വെച്ചാൽ 2 സ്വഭാവത്തിലേക്കുള്ള സെക്യൂരിറ്റീസ്. ദേ കമ്പൈൻ ദി ബേസിക് ആട്രിബ്യൂട്ട്സ് ഓഫ് ഫിക്സഡ് ഇൻട്രസ്റ്റ് ആൻഡ് വേരിയബിൾ റിട്ടേൺ സെക്യൂരിറ്റീസ്. അപ്പോൾ ഫിക്സഡ് ഇൻട്രസ്റ്റ് സെക്യൂരിറ്റീസിൽ എന്തൊക്കെയാണ് വരിക? അധികം നമ്മുടെ ഡിബെഞ്ചർ, അതേപോലെ ബോണ്ട്, അതേപോലെ ഈ പ്രിഫറൻസ് ഷെയർസൊക്കെയാണ് എന്തിൽ വരിക? ഫിക്സഡ് ഇൻട്രസ്റ്റ് സെക്യൂരിറ്റീസിൽ വരിക. വേരിയബിൾ റിട്ടേൺ സെക്യൂരിറ്റീസിൽ അധികം വരിക എന്താണ്? ഇക്വിറ്റി ഷെയർസാണ് പ്രധാനമായിട്ടും വേരിയബിൾ റിട്ടേൺ സെക്യൂരിറ്റീസിൽ വരിക. അപ്പോൾ കൺവേർട്ടിബിൾസ് എന്ന് പറഞ്ഞാൽ ഇത് 2ൻ്റെയും സ്വഭാവമുള്ള സെക്യൂരിറ്റീസാണ്. അപ്പോൾ അധികം വരിക ഈ കൺവേർട്ടിബിൾ ബോണ്ട്സ്, കൺവേർട്ടിബിൾ ഡിബെഞ്ചേഴ്സ്, കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയറുകളൊക്കെയാണ് കൺവേർട്ടിബിൾ ഡെറിവേറ്റീവ്സിൽ വരിക. അപ്പോൾ കൺവേർട്ടിബിൾ ബോണ്ട് എന്താണ്? ബോണ്ടിനെ ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിൻ്റെ പേരാണെന്ത്? കൺവേർട്ടിബിൾ ബോണ്ട്. അതേപോലെ ഡിബെഞ്ചറിനെയും ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റിയാൽ അതിൻ്റെ പേരാണ് കൺവേർട്ടിബിൾ ഡിബെഞ്ചർ. ഇനി നമ്മുടെ പ്രിഫറൻസ് ഷെയറിനെ ഇക്വിറ്റി ഷെയറുകളായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റിയ അതിൻ്റെ പേരെന്താണ്? കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയർസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വളരെ ശ്രദ്ധിച്ച് പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യനും കൂടി ഡിസ്കസ് ചെയ്യാണ്ട്. റൈറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കമോഡിറ്റി ഡെറിവേറ്റീവ് ആൻഡ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്. കമോഡിറ്റി ഡെറിവേറ്റീവ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവും തമ്മിലുള്ള ഡിഫറൻസ് ആണ്.
അപ്പോൾ കമോഡിറ്റി ഡെറിവേറ്റീവിൽ അണ്ടർലൈങ് അസറ്റ് എന്തായിരിക്കും? ഒരു കമോഡിറ്റി ആയിരിക്കും. ഫിനാൻഷ്യൽ ഡെറിവേറ്റീവിൽ അണ്ടർലൈങ് അസറ്റ് ഒരു ഫിനാൻഷ്യൽ അസറ്റ് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കും. ഓക്കെ, ഫിനാൻഷ്യൽ അസറ്റ് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കും ഫിനാൻഷ്യൽ ഡെറിവേറ്റീവിലെ അണ്ടർലൈങ് അസറ്റ്. അപ്പോൾ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവിൽ എന്താ പറഞ്ഞത്? ദി അണ്ടർലൈങ് അസറ്റ് ഇസ് എ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്. കമോഡിറ്റി ഡെറിവേറ്റീവിൽ എന്താ പറഞ്ഞത്? അണ്ടർലൈങ് അസറ്റ് ഇസ് മോസ്റ്റ്ലി എ ടാഞ്ചിബിൾ അസറ്റ്. അപ്പോൾ നമുക്ക് കാണാനോ സ്പർശിക്കാനോ പറ്റുന്ന ടാഞ്ചിബിൾ അസറ്റ്സ് ആയിരിക്കും അധികം കമോഡിറ്റി ഡെറിവേറ്റീവ്സിലുള്ള അണ്ടർലൈങ് അസറ്റ്. ഇനി സെക്കൻഡ് പോയിന്റ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവിൽ പറഞ്ഞത് ദർ ഇസ് നോ ക്വാളിറ്റി ഇഷ്യൂ. അപ്പോൾ ഇവിടെ ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ക്വാളിറ്റിക്ക് ഒരു മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. പക്ഷേ കമോഡിറ്റി ഡെറിവേറ്റീവ് എന്ത് വരുന്നുണ്ട്? ദർ ഈസ് ക്വാളിറ്റി ഇഷ്യൂ അല്ലേ? നമ്മൾ അത് കുറേ കാലം കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ പറയുകയാണ്, ഇപ്പോൾ അരി 3 മാസം കഴിഞ്ഞിട്ട് ഒരാളെ കയ്യിൽ നിന്ന് വാങ്ങാമെന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ക്വാളിറ്റിയിലേക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അതൊരു ഫിസിക്കൽ പ്രൊഡക്റ്റാണ്. അപ്പോൾ ക്വാളിറ്റിക്ക് മാറ്റം വരാം അല്ലേ? അപ്പോൾ അതിന് എന്താണ് ഈ എൻവയോൺമെൻറ്റിൻ്റെ ഫോഴ്സസ് അല്ലെങ്കിൽ എന്താണ് ഈ പറഞ്ഞ ബാക്ടീരിയ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബാധിക്കാം ഏത് തരം അസറ്റിനെയും, പ്രത്യേകിച്ച് ഫിസിക്കൽ അസറ്റ്സിനെ. അപ്പോൾ അത് ക്വാളിറ്റീനെ ബാധിക്കും. ഇവിടെ എന്താണ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവിൽ ക്വാളിറ്റി ഒരു ഇഷ്യൂ അല്ല. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ അസറ്റ് ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആയതുകൊണ്ട് ദർ ഇസ് നോ നീഡ് ഫോർ വെയർ ഹൗസിങ്. ഇപ്പോഴത്തെ കേസിൽ പ്രത്യേകമായിട്ടും ഈവൻ എന്താണ് നമുക്കൊരു പേപ്പർ ഫോമിൽ പോലും അല്ല ഈ ഷെയർ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. ഒക്കെ മെറ്റീരിയലൈസ്ഡ് ഫോമിലാണ്. ഒക്കെ എന്താണ് PDF ഫോമിലൊക്കെയാണ് ഇപ്പോൾ ഷെയറിൻ്റെ ഒക്കെ തന്നെ എന്ത് വരുന്നത്, ഈ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വരുന്നത് എന്താ ഡിജിറ്റൽ ഫോമിലാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു വെയർ ഹൗസിങ്ങിൻ്റെ പോലും ആവശ്യം വരുന്നില്ല, സൂക്ഷിക്കേണ്ട ആവശ്യം വരുന്നില്ല. ബട്ട് ഇൻ കേസ് ഓഫ് കമോഡിറ്റി ഡെറിവേറ്റീവ്സ് ദർ ഇസ് നീഡ് ഫോർ വെയർ ഹൗസിങ് അല്ലേ? അപ്പോൾ അതിന് കൃത്യമായ വെയർ ഹൗസിങ്ങിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ നമുക്ക് എന്താണ് ഇപ്പോൾ കോൾഡ് സ്റ്റോറേജിൽ വെക്കേണ്ട സാധനങ്ങളാണെങ്കിൽ ഡെറിവേറ്റീവ് ഒരു കോൺട്രാക്റ്റ് ഉണ്ടെങ്കിൽ ദ സപ്ലയർ ഹാസ് ടു കീപ് ദാറ്റ് ഇൻ എ കോൾഡ് സ്റ്റോറേജ് വെയർ ഹൗസ് അല്ലേ? അപ്പോൾ അത് വെയർ ഹൗസ് കൃത്യമായിട്ട് എന്തിൽ വേണം? കമോഡിറ്റി ഡെറിവേറ്റീവിൽ വേണം. അപ്പോൾ ഇത് മൂന്നുമാണ് എന്താണ് കമോഡിറ്റി ഡെറിവേറ്റീവും ഫിനാൻഷ്യൽ ഡെറിവേറ്റീവും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് ശ്രദ്ധിച്ച് വെക്കുക.